കഴിഞ്ഞ ബുധനാഴ്ചയാണ് കിളിയൂർ സ്വദേശിയായ 70-കാരൻ ജോസ് മകൻ പ്രജിന്റെ വെട്ടേറ്റ് മരിച്ചത്. കൃത്യത്തിന് ശേഷം വെള്ളറട പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രതി തനിക്ക് വീട്ടുകാർ സ്വാതന്ത്ര്യം നൽകാത്തത് കൊണ്ടാണ് ഇത്തരമൊരു കൊലപാതകം ചെയ്തതെന്നാണ് മൊഴിയിൽ നൽകിയത്. തുടർന്ന് അറസ്റ്റിലായ പ്രതി ഇപ്പോൾ നെയ്യാറ്റിൻകര സബ് ജയിലിൽ റിമാൻഡിലാണ്. ഇതിന് പിന്നാലെ വീട്ടുകാർ പ്രജിന്റെ മുറിയിൽ പരിശോധന നടത്തിയിരുന്നു. മുറിയിൽ കണ്ടെത്തിയ വസ്തുക്കൾ കാരണമാണ് ബ്ലാക്ക് മാജിക് പോലുള്ള സംഘങ്ങളിൽ ഇയാൾ പെട്ടിട്ടുണ്ടോ എന്ന സംശയം വീട്ടുകാർക്ക് വരാൻ കാരണം. ഇവൻ രാത്രി കാലങ്ങളിൽ ഇറങ്ങിപ്പോകുമായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് രാത്രി 12-1 മണിക്കൊക്കെ പുറത്തിറങ്ങിപ്പോകും. എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് മറുപടി പറയാതെ പോകുമായിരുന്നു. തിരിച്ച് അതേപോലെ മടങ്ങി വരും. അപ്പോൾ ഈ ഫോണ് പോലീസ് ഉദ്യോഗസ്ഥർ എടുത്ത് പരിശോധിക്കണം. പ്രജിൻ മുൻപും പലതവണ മാതാപിതാക്കളെ മർദ്ദിച്ചിരുന്നതായി അമ്മ പറഞ്ഞു. പ്രജിനെ മറ്റാരോ നിയന്ത്രിച്ചിരുന്നതായി അമ്മയും സംശയം പ്രകടിപ്പിക്കുന്നു. സ്നേഹിച്ച് നല്ലതായിട്ട് മോനെ അങ്ങനെയല്ല ഉപദേശിക്കാൻ പാടില്ല. ഒരു കാര്യം ഉപദേശിക്കാൻ പാടില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ കാണിക്കും, കൈമുറുക്കിയൊക്കെ. റൂമിനകത്ത് നമുക്ക് ആർക്കും തൊടാൻ പോലും അധികാരമില്ല. തൊട്ടാൽ നമ്മളെ ഉപദ്രവിക്കുക. അവനെ എനിക്ക് പേടി തന്നെ. കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് വീട്ടിലെത്തി പരിശോധിച്ച പോലീസിന് അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. എങ്കിലും ഉയരുന്ന ആരോപണങ്ങളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ഊർജിതമാക്കും. പ്രജിൻ ജോസിന്റെ ജീവിത രീതികളെയും ബന്ധങ്ങളെയും കുറിച്ച് കൂടുതൽ പഠിക്കാനൊരുങ്ങുകയാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പ്രജിന്റെ മൊബൈൽ ഫോൺ ശേഖരിച്ച ശാസ്ത്രീയ പരിശോധന നടത്തും. ഇതിനുശേഷം മാത്രമായിരിക്കും കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.